കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 3.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 3.0 ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നോട്ട് ഡൗൺ ചെയ്യുക. 7592939616 എന്നതാണ് ആ നമ്പർ. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ്. താങ്ക് യു. Hello all, welcome to Igno Focus 3.0. So as we all know, December 2024 term and examinations ഒക്കെ എത്തിയിരിക്കുകയാണ്. So നിങ്ങൾ എല്ലാവരും അതിന്റെ പ്രിപ്പറേഷനിലൊക്കെ ആയിരിക്കും അറിയാം. And this video provides an analysis of previous year question papers for the paper British Poetry MEG 01 first year MA Englishൽ വരുന്ന പേപ്പർ ആണ് British Poetry. So നമുക്ക് വീഡിയോയിലേക്ക് പോവാം. Introduction. Welcome to IGNO Term and Examination PYQ-A In-Depth Analysis and Predictive Exam Guide for MEG 01 British Poetry, crafted specifically to empower your preparation for the December term and examination. This guide serves as a strategic roadmap synthesizing the vast syllabus and past exam trends into actionable insights. Our aim is to equip you with the tools needed to study effectively, understand critical concepts, and maximize your scoring potential. So, നിങ്ങളെ എക്സാമിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ഒക്കെ ആയിട്ട് എവിടെ നിന്നാണ് വരേണ്ടത്, നിങ്ങൾ എവിടെ നിന്നൊക്കെയാണ് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് എന്നുള്ളതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. Objectives and approach. The primary goal of this document is to provide a comprehensive and data-driven approach to your MEG 01 exam preparation. By analyzing past question papers, mapping the syllabus intricately, and leveraging predictive analytics, this guide identifies key areas of focus. It empowers you to study smarter, not harder. By spotlighting recurring patterns, high probability topics, and model answers reflective of IGNO's academic standards. This guide also emphasizes critical thinking and scholarly analysis, key components of any successful IGNO examination strategy. By engaging with this material, you will gain not only subject mastery, but also an understanding of examiners' expectations. Overview of document structure. So, ഈ ഒരു വീഡിയോ എങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് നോക്കാം. Introduction establishes the purpose, methodology, and strategic value of this guide, setting a motivational tone for your preparation. നിങ്ങളെ കൂടുതലും കോൺഫിഡന്റ് ആക്കുക എന്നുള്ള ആ ഒരു എന്താ പറയുക ഒരു എയിം ആണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് വിത്ത് എക്സാം റിലവൻസ്. ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾക്ക് സിലബസ് എവിടെയൊക്കെ ഫോക്കസ് ചെയ്യണം, ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ് ആൻഡ് ടോപ്പിക് വൈസ്. ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും പിന്നെ വരാൻ പോകുന്നത്. Comprehensive exam pattern analysis. So, highlights question formats, അതുപോലെ തന്നെ ടോപ്പിക് വെയിറ്റേജ്, തിമാറ്റിക് പ്രിഫറൻസസ്, ഇതൊക്കെ നിങ്ങൾക്കുള്ള ഒരു ഐഡിയ തരികയും അതുപോലെ തന്നെ നിങ്ങൾ ബ്രിട്ടീഷ് പോയട്രി എന്ന് പറയുന്ന ആ ഒരു എക്സാമിന് നിങ്ങൾക്ക് നല്ല ഹൈ സ്കോർ കിട്ടാൻ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. Repeated question analysis by blocks, units and topics. So, ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ബ്ലോക്സും യൂണിറ്റ്സും ആയിരിക്കും ഇതിൽ കവർ ചെയ്തിട്ടുണ്ടാവുക. ആൻഡ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഏരിയാസ് ആയിരിക്കും ഇതിൽ പ്രയോറിറ്റൈസ് ചെയ്തിട്ടുണ്ടാവുക. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഈ ഒരു പേപ്പർ ബ്രിട്ടീഷ് പോയട്രിയിൽ വരുന്നത് നമുക്ക് റൊമാൻറ്റിസിസം, മിൽട്ടൺസ് കോൺട്രിബ്യൂഷൻ ആൻഡ് മെറ്റാഫിസിക്കൽ കൺസീപ്റ്റ്സ്. സോ ഇത്രയും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ബ്രിട്ടീഷ് പോയട്രി എന്ന് പറയുന്ന പേപ്പറിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. Topic probability and prediction analysis utilizes past data to focus high probability topics for December 2024, giving you a competitive edge in targeting your study efforts. So, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഡിസംബർ 2024 ടേം ആൻഡ് എക്സാമിനേഷൻ ചോദിക്കാൻ ചാൻസ് ഉള്ള ഹൈ പ്രോബബിലിറ്റി ആയിട്ടുള്ള ടോപ്പിക്സ് ഏതാണെന്നും കൂടി നമ്മൾ ഇവിടുന്ന് കവർ ചെയ്ത് തരുന്നതായിരിക്കും. Predictive question paper for December term and examination 2024. So, നമ്മളെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഒക്കെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു predictive question paper at the end of this video പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും.
മോഡൽ ആൻസേഴ്സ് വിത്ത് ഇവാലുവേഷൻ ക്രൈറ്റീരിയ. ആൻഡ് ഇതിന്റെ ആൻസേഴ്സും ആ ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് നമ്മളെ ആപ്പിൽ തന്നെ അവൈലബിളും ആയിരിക്കും. Data-driven methodology. The content of this guide has been meticulously curated using a detailed analysis of previous year question papers, identifying trends and recurring topics. A granular mapping of the syllabus, ensuring comprehensive coverage. Predictive analytics with which access the likelihood of specific topics appearing in the upcoming exam. This method ensures that every aspect of your preparation is informed, targeted, and effective. Why predictive analysis and model answers matter? സോ നമുക്ക് എന്തുകൊണ്ടൊക്കെയാണ് ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് തരുന്നതും അതുപോലെ തന്നെ ഒരു മോഡൽ ആൻസേഴ്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതിനാണ് നമ്മൾ നോക്കുന്നത്. Predictive analysis and model answers are cornerstone features of this guide. They streamline your preparation by focusing on probable questions and providing exemplary responses. These model answers demonstrate not only the depth of understanding required, but also the structured presentation needed to excel in IGNOU's rigorous evaluation system. Engaging with this tool will refine your analytical skills and boost your confidence. So, ഇങ്ങനത്തെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ തന്നെ പ്രെഡിക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് ഹൈ റിക്കറിംഗ് ടോപ്പിക്സ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന സമയത്ത് ഓഫ് കോഴ്സ് നിങ്ങളുടെ ആ ഒരു എക്സാം അപ്പിയർ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് കൂടുകയും ചെയ്യും. ആൻഡ് നിങ്ങൾക്ക് സ്റ്റഡീസിന് കുറെ കൂടി ഇഫക്റ്റീവ് ആയിട്ട് നിങ്ങൾ ഹാർഡ് വർക്കിനെക്കാട്ടിലും കൂടുതലായിട്ട് സ്മാർട്ട് വർക്ക് ചെയ്യാനും കൂടി നിങ്ങളെ ഈ ഒരു അനാലിസിസ് ഹെൽപ്ഫുൾ ആയിരിക്കും. യുണീക് ആസ്പെക്ട്സ് ഓഫ് MEG 01 British Poetry. British Poetry is a dynamic course that traverses diverse literary period from Chaucer's medieval artistry to the modernist innovation of Eliot. This guide reflects these complexities, offering tailored strategies for tackling intricate topics such as metaphysical poetry, romantic ideals, and Victorian criticism. Whether it's analyzing Milton's sonnets or understanding the satirical layers in Dryden and Pope, this guide provides focused pathway for mastering the syllabus. By utilizing this guide, you are taking a step forward toward not just acing the December 2024 term and examination, but also enriching your appreciation of British poetry. Dive in, stay consistent, and let this guide be in your companion in mastering MEG 01. ഇനിയാണ് നമ്മൾ മെയിൻ ആയിട്ട് നമ്മളുടെ ആ ഒരു വീഡിയോയിലേക്ക് വരുന്ന കോണ്ടന്റിലേക്ക് കടക്കുന്നത്. സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക് വിത്ത് എക്സാം റിലവൻസ്. ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ഹൈ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ബ്ലോക്ക് വൈസ് വെച്ചിട്ടുള്ളതാണ് നമുക്ക് ഇനി നോക്കാൻ പോകുന്നത്. സോ ബ്ലോക്ക് 1 എന്ന് പറയുന്നത് ചോസർ ആൻഡ് മിഡീവിയൽ ഏജ് എന്ന് ബേസ് ചെയ്തിട്ടാണ്. ആൻഡ് അതിൽ ടോട്ടൽ ഓഫ് 6 യൂണിറ്റ്സ് ആണ് വരുന്നത്. ആൻഡ് ടോട്ടൽ ക്വസ്റ്റ്യൻസ് ഇൻ പാസ്റ്റ് എക്സാംസ് എടുത്ത് നോക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് 45 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഏരിയയിൽ നിന്ന് മാത്രം നമ്മളുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്കറിയാൻ പറ്റും വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബ്ലോക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് ഹൈ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഈ ഒരു ബ്ലോക്കിൽ നിന്നും വരുന്നത് ജനറൽ പ്രൊലോഗ് ആൻഡ് നണ്ണസ് പ്രിറ്റിസ് ടെയിൽ എന്ന് പറയുന്ന ആ ഒരു വർക്കും കൂടിയാണ് വരുന്നത്. ആൻഡ് ഇത് എത്രത്തോളം റിലവന്റ് ആണെന്ന് ചോദിച്ചാൽ ഹൈ റിലവന്റ് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് തന്നെയാണ്. ബ്ലോക്ക് 2ലേക്ക് വരുന്ന സമയത്ത് റിനൈസൻസ് പോയട്രി, സ്പെൻസറിന്റെ കുറിച്ചിട്ടും ആള് വർക്ക്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ബ്ലോക്കാണ് അത് വരുന്നത്. ആൻഡ് ടോട്ടൽ ഓഫ് 4 യൂണിറ്റ്സ് ആണ് അതിനകത്തുനിന്ന് വരുന്നത്. ആൻഡ് ടോട്ടൽ ക്വസ്റ്റ്യൻസ് ആസ്ക് ചെയ്തിട്ടുള്ളത് ഇതിൽ 30 ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് പാസ്റ്റ് എക്സാംസ് നോക്കിയിട്ട്. ആൻഡ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് അമറിറ്റി, സോണറ്റ്സ് ആണ്, അതുപോലെ തന്നെ എപ്പിത്തലാമിയൻ. ആൻഡ് ഇതിന്റെ റെലവൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ മുന്നത്തെ ബ്ലോക്ക് 1 വെച്ച് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഒരു മീഡിയം, കാരണം അവിടെ 45 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 30 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനേക്കാളും കുറച്ച് ഇമ്പോർട്ടൻസ് കുറവാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇത്രയും ക്വസ്റ്റ്യൻസും കവർ ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ് ഇത്. ഇനി ബ്ലോക്ക് 3ലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ബ്ലോക്കാണ് മെറ്റാഫിസിക്കൽ പോയിറ്റ്സ്. സോ ഇതിനകത്ത് നമുക്ക് ടോട്ടൽ ഓഫ് 5 യൂണിറ്റ്സ് ആണ് വരുന്നത്. ആൻഡ് ടോട്ടൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് 50 ആണ്. ആൻഡ് ഹൈ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിലേക്ക് വരുന്ന സമയത്ത് ജോൺ ഡോണിന്റെ ലവ് പോയിംസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഹെർബർട്ട്സ് റിലീജിയസ് പോയട്രീസും വരുന്നുണ്ട്. ആൻഡ് ഇതിന്റെ റെലവൻസ് എന്ന് പറയുന്നത് ഹൈ റെലവെന്റ് ആയിട്ടുള്ള ഏരിയാസ് തന്നെയാണ് വരുന്നത്. സോ പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുത്ത് പഠിക്കേണ്ട 2 ബ്ലോക്ക് ഇപ്പൊ കിട്ടിയിട്ടുണ്ട്, ബ്ലോക്ക് 1 ആൻഡ് ബ്ലോക്ക് 3.
ബ്ലോക്ക് 4ലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ടോട്ടൽ ഓഫ് 4 യൂണിറ്റ്സ് ആണ് വരുന്നത്. ആൻഡ് ടോട്ടൽ 35 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ബ്ലോക്കിൽ നിന്നും ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് കവർ ചെയ്യേണ്ടത് പാരഡൈസ് ലോസ്റ്റിലെ തീംസും അതുപോലെ ലിസിഡസും, ഈ രണ്ട് വർക്ക്സിനെ ബേസ് ചെയ്തിട്ടാണ്. പിന്നെ വരുന്നത് ഫ്രീക്വൻസി എത്രത്തോളം ചോദിച്ച മീഡിയം ലെവലാണ്. ഓഫ് കോഴ്സ് 35 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന സമയത്ത് ബാക്കി രണ്ട് ബ്ലോക്സിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറവ് തന്നെയാണ്. ബട്ട് ഇത്രയും അതായത് എല്ലാ ബ്ലോക്കും ഒരുപോലെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ഇതെന്ന് പറയുന്നത് നമ്മളെ ഫസ്റ്റ് ബ്ലോക്കും തേർഡ് ബ്ലോക്കും വെച്ച് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് കുറച്ചും കൂടി എന്താ പറയാ ഇമ്പോർട്ടൻസ് കുറവായിട്ട് കാണും. ബ്ലോക്ക് 5ലേക്ക് വരുന്ന സമയത്ത് നിയോ ക്ലാസിക്കൽ പോയിന്റ്സ് ആണ് വരുന്നത്. ടോട്ടൽ ഓഫ് 4 യൂണിറ്റ്സ് ആണ് വരുന്നത്. ആൻഡ് പ്രീവിയസ്ലി ഇതിൽ നിന്നും 25 ക്വസ്റ്റ്യൻസോളം വന്നിട്ടുമുണ്ട്. ആൻഡ് ഇതിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് സെറ്റാരിക്കൽ പോർട്രേച്ചർ ഇൻ മാക്ഫെക്ലോ ആണ്. ആൻഡ് ഇതും ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കേണ്ടത്. ആൻഡ് ബ്ലോക്ക് 6ലേക്ക് വരുന്ന സമയത്ത് റൊമാൻറ്റിക് പോയിട്രി ആണ്. ടോട്ടൽ ഓഫ് 6 യൂണിറ്റ്സ് വരുന്നുണ്ട്. ആൻഡ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു ഏരിയ ആണ്. 40 ക്വസ്റ്റ്യൻസോളം മുന്നേ വന്നിട്ടുണ്ട്. ആൻഡ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത് ദ പ്രെല്യൂഡും കുബ്ല ഖാൻ എന്ന് പറയുന്ന രണ്ട് വേർഡ്സ് ആണ്. മീഡിയം ഇമ്പോർട്ടന്റ് തന്നെയാണ്. പിന്നെ വരുന്നത് ബ്ലോക്ക് 7 വിക്ടോറിയൻ പോയട്രി. ടോട്ടൽ ഓഫ് 3 യൂണിറ്റ്സ് ആണ് വരുന്നത്. 20 ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്ന് മൊത്തം പ്രീവിയസ് ഇയറിലായിട്ട് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് അത് നോക്കുന്ന സമയത്ത് ഗോബ്ലിൻ മാർക്കറ്റ്, മൈ സിസ്റ്റേഴ്സ് സ്ലീപ്പ്, ഇതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇതിൽ നിന്നും കവർ ചെയ്യേണ്ടത്. ആൻഡ് ഇതെന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ബ്ലോഗ്സിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാവുന്ന ഒരു ബ്ലോക്കാണ്. കാരണം 20 ക്വസ്റ്റ്യൻസ് ആണ് പ്രീവിയസ്ലി മൊത്തത്തിൽ നമുക്ക് നോക്കുന്ന സമയത്ത് കാണാൻ പറ്റുന്നത്. ബ്ലോക്ക് 8ലേക്ക് വരുന്ന സമയത്ത് ടോട്ടൽ നമുക്ക് 4 യൂണിറ്റ്സ് ആയിട്ടാണ് വരുന്നത്. 30 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ഇതിനകത്ത് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് കവർ ചെയ്യേണ്ടത് ദ വേസ്റ്റ് ലാൻഡും ഈസ്റ്റർ 1916 ആണ്. മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ബ്ലോക്ക് ആണിത്. സോ ഇത്രയുമാണ് നമ്മളുടെ ബ്ലോക്ക് വൈസ് നമ്മളുടെ ഒരു എന്താ പറയാ ഒരു സിലബസ് മാപ്പിങ്ങും അതുപോലെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കവർ ചെയ്യേണ്ട ആ ബ്ലോക്സിലെ യൂണിറ്റ്സും. And this will be a graphical representation based on a distribution of questions across blocks. So ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു ടേബിളിനെ ബേസ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു ഗ്രാഫാണത്. സോ നമുക്ക് നോക്കുന്ന സമയത്ത് കാണാൻ പറ്റും ഫസ്റ്റ് ബ്ലോക്കിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു 45 എന്നുള്ള ആ ഒരു ഗ്രാഫിൽ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, നമുക്ക് ഒറ്റയടിക്ക് നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഏതിനൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഗ്രാഫാണിത്. നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ബ്ലോക്ക് 3ലാണ് ഏറ്റവും കൂടുതലായിട്ടും ഇമ്പോർട്ടന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ്, ടോട്ടൽ ക്വസ്റ്റ്യൻസ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ബ്ലോക്ക് 3 അതിന്റെ തൊട്ട് താഴെ തന്നെ നമ്മുടെ ബ്ലോക്ക് 1ഉം അതിന്റെ താഴെ തന്നെ നമ്മുടെ ബ്ലോക്ക് 6ഉം നിൽക്കുന്നുണ്ട്. സോ ഈ 3 ബ്ലോക്കും, അതായത് ബ്ലോക്ക് 1, 3 and 6, ഈ 3 ബ്ലോക്കാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കേണ്ടത്. This table provides a detailed breakdown of blocks, units, high importance topics and their relevance in past exam, categorized as medium, high, medium and low importance. Additionally, a bar chart visualizes the question distribution across different blocks for a quick reference. Okay, coming to the next slide. ഇതെന്ന് പറയുന്നത് ഒരു കോംപ്രിഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ്. ആൻഡ് ഇതിനകത്ത് നമ്മളുടെ ക്വസ്റ്റ്യൻ ഫോർമാറ്റ്സ് വിത്ത് എക്സാമ്പിൾ, എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ആൻഡ് എന്ത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്, ഒരു എക്സാം വിത്ത് ആൻ എക്സാമ്പിൾ ആണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഫസ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ ടൈപ്പ് എന്ന് പറയുന്നത് എസ്സേ ക്വസ്റ്റ്യൻ ആയിരിക്കും. എസ്സേ ക്വസ്റ്റ്യൻസ് പറയുന്ന സമയത്ത് ലോങ് ഫോം ക്വസ്റ്റ്യൻസ് റിക്വയറിംഗ് ഡീറ്റെയിൽഡ് അനാലിസിസ് ആൻഡ് ആർഗ്യുമെന്റ്സ്, ലെങ്തി ആയിട്ടുള്ള ആൻസേഴ്സ് ഒക്കെയാണ് നിങ്ങൾക്ക് എഴുതേണ്ടത്. 20 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ആൻഡ് 20 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 5 to 6 പേജസ്, ഒരു 600 വേർഡ്സിന്റെ ഒരു അറൌണ്ട് 600 വേർഡ്സിന്റെ ഒരു ലെങ്തി എസ്സേ ആയിരിക്കും നിങ്ങൾക്ക് ഇതിനകത്ത് എഴുതേണ്ട വരിക. ഫോർ എക്സാമ്പിൾ, ഒരു ക്വസ്റ്റ്യൻ അവിടെ കൊടുത്തിട്ടുണ്ട്, ഡിസ്കസ് ദ റോൾ ഓഫ് സെറ്റയർ ഇൻ ഡ്രൈഡൻസ് മാക്ഫെക്ലോ. സോ ഇത് ഒരു എക്സാമ്പിൾ ആണ്. പിന്നെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഷോർട്ട് നോട്ട്സ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിനകത്ത് കുറച്ചും കൂടി ബ്രീഫ് ആയിട്ടും അതുപോലെ തന്നെ ഫോക്കസ്ഡ് എക്സ്പ്ലനേഷൻ, ഒരു തിമാറ്റിക് ഡിസ്കഷൻ ആണ്. ഭയങ്കര ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ഷോർട്ട് ആൻസേഴ്സ് ആണ്. നമ്മളെ എസ്സേ എഴുതുന്ന പോലെ വളരെ ലെങ്തി ആയിട്ടുള്ള ആൻസേഴ്സ് ഒന്നും ഇതിന് വേണ്ടി വരില്ല. ആൻഡ് അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ, ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ മെറ്റാഫിസിക്കൽ കൺസീറ്റ്സ് ഇൻ ഡോൺസ് പോയട്രി. സോ നിങ്ങൾക്ക് അറിയാം ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ഏരിയയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് അവിടെ എക്സാമ്പിൾ ആയിട്ടും കൊടുത്തിട്ടുള്ളത്. Then comes critiques. Critiques എന്ന് പറയുന്ന സമയത്ത് ക്രിട്ടിക്കൽ ഇവാലുവേഷൻ ഓഫ് സ്പെസിഫിക് പോയംസ് ഓർ ലിറ്റററി ഐഡിയാസ് ആണ് വരുന്നത്.
ഫോർ എക്സാമ്പിൾ ക്രിട്ടിക് മിൽട്ടൺസ് പോർട്രയൽ ഓഫ് ലാമൻ ഇൻ ലിസിഡസ്. സോ ഈ ടൈപ്പ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ആൻഡ് പാസേജ് അനാലിസിസ്, ഒരു പോയത്തിൽ നിന്നൊരു കുറച്ച് ലൈൻസ് തന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻ ആൻഡ് ക്രിട്ടിക് ആണ് ഇതിൽ നിന്നും നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആൻഡ് അവിടെ വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, അനലൈസ് ദ പാസേജ് ഫ്രം വേർഡ്സ്വർത്ത് ദ പ്രില്യൂഡ്. ആൻഡ് പിന്നെ വരുന്നത് കോണ്ടെക്സ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. അതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് അനാലിസിസ് ഓഫ് സ്പെസിഫിക് ലൈൻസ് ഓർ എക്സെപ്റ്റ്സ് ഇൻ ദെയർ കോണ്ടെക്സ്റ്റ്. ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കുന്ന സമയത്ത് സ്റ്റാർട്ടിങ് തന്നെ കാണാൻ പറ്റുന്നത് കുറച്ച് ഓരോ ആബ്സ്ട്രാക്ട് പോലെ കൊടുത്തിട്ട് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ പോലെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. സോ അതിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ ഇമേജറി ഇൻ ദ ലൈൻസ് ഫ്രം T.S. Eliot's ദ വേസ്റ്റ് ലാൻഡ്. സോ ഇതൊക്കെയാണ് നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ ഫോർമാറ്റ്സ് ആൻഡ് എക്സാമ്പിൾസ് എന്ന് പറയാൻ പറ്റുന്നത്. കമ്മിങ് ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. ഇതിനകത്ത് നമുക്ക് ബ്ലോക്ക് ആൻഡ് യൂണിറ്റ് കവറേജ് ട്രെൻഡ്സ് ആണ്. നിങ്ങൾക്ക് നമ്മളെ പോർഷൻസ് നമ്മൾക്ക് ടോട്ടൽ ഓഫ് 10 ബ്ലോക്സ് ഉണ്ട്. ആൻഡ് ഓരോ ബ്ലോക്കും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാതെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ടൈപ്പ് ഓഫ് ടോപ്പിക്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ ആ ഒരു ഗ്രാഫിക്കൽ റിപ്രസെന്റേഷനിൽ കൊടുത്തിട്ടുള്ളത്. ആൻഡ് അതുപോലെ തന്നെ ശ്രദ്ധിക്കുക, നമുക്ക് ലീസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ബ്ലോക്സ് നമ്മൾ ഇതിനകത്തുനിന്ന് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ സ്പെൻസറിന്റെ ആ ഒരു ബ്ലോക്ക്, റിലയൻസ് ആൻഡ് സ്പെൻസറിന്റെ ആ ഒരു ബ്ലോക്ക് നമ്മൾ ഇതിനകത്തുനിന്ന് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിക്ടോറിയൻ്റെതും നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കാരണം കമ്പാരിറ്റീവ്ലി ലെസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബ്ലോക്സ് ആണ്. ബട്ട് അത് നിങ്ങൾ കവർ ചെയ്യരുത്, പഠിക്കരുത് എങ്ങനെയല്ല പറയുന്നത്. നമുക്ക് പഠിക്കുന്ന സമയത്ത് കുറച്ചുകൂടി കൂടുതൽ നമ്മൾ എന്തിലേക്കാണോ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അത് മാത്രമാണ് ഇപ്പൊ ഇവിടെ ഈ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിൽ പറയാൻ പോകുന്നത്. സോ ഇതിനകത്ത് 3 കളേഴ്സ് കാണാൻ പറ്റുന്നുണ്ട്, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഇതിനകത്ത് യെല്ലോ എന്ന് പറയുന്നത് essay ക്വസ്റ്റ്യൻസും അതുപോലെ ഓറഞ്ച് കളറിൽ കൊടുത്തിട്ടുള്ള ഷോർട്ട് നോട്ട്സും അതുപോലെ തന്നെ റെഡ് കളറിൽ വരുന്നത് പാസേജ് അനാലിസിസ്. ഇങ്ങനെയാണ് നമ്മൾ അവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഇത് നോക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടും ഏറ്റവും കൂടുതൽ എവിടുന്നൊക്കെയാണ് ഇപ്പൊ essay ഫോർ എക്സാമ്പിൾ essay എവിടുന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളതും ഏത് ബ്ലോക്കിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളതും ഷോർട്ട് നോട്ട്സ് ടൈപ്പ് ചോദിച്ചിട്ടുള്ളത് ഏത് സൈഡിൽ നിന്നാണ് നമുക്ക് ഈ ഒരു ഗ്രാഫ് നോക്കുന്ന സമയത്ത് തന്നെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഒരു എക്സാമ്പിൾ പറയാനാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ essay ചോദിച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നത് മെറ്റാഫിസിക്കൽ പോയറ്റ്സിൽ നിന്ന് തന്നെയാണ്. ആ ഒരു ടോപ്പിക്കിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ലെങ്തി essay ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അതുപോലെ ഏറ്റവും കൂടുതൽ പാസേജ് അനാലിസിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് നമുക്ക് മോഡേണിസ്റ്റ് പോയട്രിയിൽ നിന്നുമാണ്. സോ ഇങ്ങനത്തെ ഒരു റെപ്രസെന്റേഷൻ ആണ് ഈ ഒരു ഗ്രാഫിൽ വരുന്നത്. ഇനി അടുത്ത സ്ലൈഡിലേക്ക് വരാം. അടുത്ത സ്ലൈഡിലേക്ക് നോക്കുന്ന സമയത്ത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ബൈ ബ്ലോക്ക് ആണ്. ബ്ലോക്ക് വൈസ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇതിനകത്ത് വരുന്നത്. ആൻഡ് ആവറേജ് എത്രയൊക്കെയാണ് മാർക്സ് വരുന്നത് നമുക്ക് നോക്കാം. ഏറ്റവും കൂടുതലായിട്ട് നോക്കുന്ന സമയത്ത് മെറ്റാഫിസിക്കൽ പോയിറ്റ്സും അതുപോലെ തന്നെ മോഡേണിസ്റ്റ് പോയിട്രി ഇതിൽ നിന്നാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ബ്ലോക്ക് വൈസ് നോക്കുമ്പോൾ മാർക്ക് ചോദിച്ചിട്ടുള്ളത്. അറൌണ്ട് 30 ഒരു ആവറേജ് ഇതിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു ബ്ലോക്കിൽ നിന്ന്. ആൻഡ് ലീസ്റ്റ് ആയിട്ട് നമുക്ക് നോക്കുന്ന സമയത്ത് മിൽട്ടൺ ആൻഡ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ നിന്നായിരിക്കും ഏറ്റവും കുറവായിട്ട് നമുക്ക് ഒരു ആവറേജ് മാർക്സ് ഓൾമോസ്റ്റ് ഒരു 20 മാർക്സ് ആ ഒരു ഏരിയ അത്രയായിരിക്കും മറ്റേ വെച്ചിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കാണാൻ പറ്റുന്നത്. ഇനി ഇപ്പൊ കണ്ടിട്ടുള്ള ഗ്രാഫ്സിന്റെ ഒക്കെ ഒരു കൺക്ലൂഷൻ നോക്കിയാലോ. Question formats and examples. A detailed table outlines various type of questions, for example, essays, short notes, critiques, passage analysis, along with description and specific examples tailored to MEG 01 British poetry. Block and unit coverage trends. A bar chart visualizes the frequency of essay questions, short notes, and passages analysis across major blocks, highlighting areas of recurring focus in past exams. Mark distribution trends. Another chart illustrates the typical mark allocation by block, showing the emphasis placed on specific literary periods or movements.
കമ്മിങ് ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. ഈ ഒരു സ്ലൈഡിൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അനാലിസിസ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് ആണ്. ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഏരിയാസും റിക്കറിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഏത് യൂണിറ്റിൽ നിന്നാണെന്നും അത് ഏത് ബ്ലോക്കിലത്തേതാണെന്നും എത്ര പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടെന്ന്, എത്ര ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടെന്ന്, ആവറേജ് മാർക്കും, ഇത്രയുമാണ് ഇതിൽ നിന്ന് നമുക്ക് നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് പറയുന്നത് ചോസർ ആൻഡ് മിഡീവിയൽ പോയട്രി. ഇതിൽ നിന്ന് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് യൂണിറ്റ് 1-ൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ജനറൽ പ്രൊലോഗ് ടു കാന്റംബറി ടെയിൽസ് എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റിൽ നിന്ന് റിക്കറിംഗ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഏതാന്ന് വെച്ചാൽ ഡിസ്കസ് ചോസേഴ്സ് ആർട്ട് ഓഫ് ക്യാരക്ടറൈസേഷൻ ഇൻ ദ പ്രൊലോഗ് ടു കാന്റംബറി ടെയിൽസ്. സോ ഇതെന്ന് പറയുന്നത് ഒരു ഓൾമോസ്റ്റ് 8 ടൈംസ് ആണ് നമുക്ക് ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണാൻ പറ്റുന്നത്. ആൻഡ് ആവറേജ് മാർക്സ് വരുന്നത് 20 ആണ്. സോ 20 മാർക്സിന്റെ ഒരു എസ്സേ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്നും പ്രതീക്ഷിക്കാം. കമ്മിങ് ടു ദ നെക്സ്റ്റ് ബ്ലോക്ക്, മെറ്റാഫിസിക്കൽ പോയിറ്റ്സ്. സോ ഇതിനകത്തുനിന്ന് നമുക്ക് ജോൺ ഡോണിന്റെ ലവ് പോയംസിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ റിക്കറിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉള്ളത്. എന്താണ് ആ ക്വസ്റ്റ്യൻ? അനലൈസ് ദ യൂസ് ഓഫ് മെറ്റാഫിസിക്കൽ കൺസീറ്റ്സ് ഇൻ ഡോൺസ് പോയട്രി. ആൻഡ് ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു പോർഷനിൽ നിന്നും ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ളത്. എത്ര പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്? ഓൾമോസ്റ്റ് 10 ടൈംസ് ആണ് ആ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ നിന്ന് മാത്രമായിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ആൻഡ് ആവറേജ് മാർക്സ് എടുത്ത് നോക്കുന്ന സമയത്ത് 15 ആണ് വരുന്നത്. ദെൻ മിൽട്ടൺ ആൻഡ് ഹിസ് കോണ്ടെക്സ്റ്റ്. ഇതിനകത്ത് നോക്കുന്ന സമയത്ത് തീംസ് ഇൻ ലിസിഡസ് ആണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ടോപ്പിക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് റിക്കറിംഗ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ, ഹൗ ഡസ് മിൽട്ടൺ അഡ്രസ്സസ് ക്രിസ്ത്യൻ ആൻഡ് ക്ലാസിക്കൽ തീംസ് ഇൻ ലിസിഡസ്. ആൻഡ് എത്ര ഫ്രീക്വന്റ് ആയിട്ട് വന്നു നോക്കുന്ന സമയത്ത് 7 ടൈംസോളം വന്നിട്ടുണ്ട്. ആൻഡ് ആവറേജ് മാർക്സ് വരുന്നത് 28 ആണ്. ആൻഡ് റൊമാൻറ്റിക് പോയട്രിയിൽ വരുന്ന സമയത്ത് കുബ്ല ഖാൻ എന്ന് പറയുന്ന ആ ഒരു പോയട്രിയിലാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റുന്നത്. ആൻഡ് റിക്കറിംഗ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ, എക്സാമിൻ ദ റോൾ ഓഫ് ഇമേജറി ആൻഡ് സിംബോളിസം ഇൻ കോളറിഡ്ജ് കുബ്ല ഖാൻ. ആൻഡ് 9 ടൈംസ് ആണ് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ആൻഡ് ഒരു ആവറേജ് മാർക്സ് എടുത്ത് നോക്കുന്ന സമയത്ത് 15 മാർക്സിലേക്ക് വരുന്നുണ്ട്. ആൻഡ് മോഡേണിസ്റ്റ് പോയട്രിയിലേക്ക് വരുന്ന സമയത്ത് ദ വേസ്റ്റ് ലാൻഡ്, വെരി ഫേമസ് വേസ്റ്റ് ലാൻഡ്. അപ്പോൾ ഏറ്റവും കുറെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക് ആണ് ഈ ഒരു വേസ്റ്റ് ലാൻഡ് ആൻഡ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്. സോ ഇതിന് വന്നിട്ടുള്ള റിക്കറിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്കസ് മിത്ത് ആൻഡ് സിംബോളിസം ഇൻ T.S. Eliot's ദ വേസ്റ്റ് ലാൻഡ്. ആൻഡ് ഇതിനകത്തുനിന്ന് ഓൾമോസ്റ്റ് ഒരു 11 ടൈംസ് ആണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ആവറേജ് മാർക്സ് വരുന്നത് 25 ആണ്. സോ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ദ വേസ്റ്റ് ലാൻഡ് എന്ന് പറയുന്ന ആ ഒരു പോയിമാണ് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. ഇനി നെക്സ്റ്റ് സ്ലൈഡ്. ഈ സ്ലൈഡിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റിക്കറിംഗ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ബൈ യൂണിറ്റ് ആണ് നമുക്ക് നോക്കുന്നത്. അപ്പൊ ഇതിൽ നോക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ തന്നെയാണ്. അപ്പൊ അത് എവിടെ നിന്നൊക്കെയാണ്, അതിന് ഏതിലൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അതിൽ തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. സോ ഈ ഗ്രാഫ് എടുത്ത് നോക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ദ വേസ്റ്റ് ലാൻഡ് ആണ് ഏറ്റവും ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത്. അതിന്റെ തൊട്ട് താഴെ തന്നെ നമ്മളുടെ ജോൺ ഡോണിന്റെ ലവ് പോയിംസും വരുന്നുണ്ട്. ആൻഡ് അതിന് താഴെ തന്നെ കുബ്ല ഖാൻ വരുന്നുണ്ട്. ആൻഡ് ജനറൽ പ്രോലോഗ് ടു കാന്റംബറി ടെയിൽസും പിന്നെ വരുന്നത് തീംസ് ഇൻ ലിസിഡസും. സോ ഈ 5 ടോപ്പിക്സ് നിങ്ങൾ എങ്ങനെയാണെങ്കിലും എക്സാമിന് വെൽ പ്രിപ്പയർഡ് ആയിട്ട് തന്നെ ഇതിൽ നിന്നും പോകണം. ആൻഡ് ദിസ് സ്ലൈഡ് എന്ന് പറയുന്നത് ഒരു ആവറേജ് മാർക്സ് അലോക്കേഷൻ ഫോർ ദ റിക്കറിംഗ് ടോപ്പിക്സ് ആണ്. അപ്പൊ ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു 5 ടോപ്പിക്സിൽ നിന്നും എങ്ങനെയൊക്കെയാണ് മാർക്ക് വരുന്നത് എന്നുള്ളതാണ്. ഓൾമോസ്റ്റ് ഒരു 25 മാർക്സ്, ഒരു ആവറേജ് ഓഫ് 25 മാർക്സ് നമുക്ക് വേസ്റ്റ് ലാൻഡിൽ നിന്ന് പ്രതീക്ഷിക്കാം. ആൻഡ് അതുപോലെ തന്നെ നമ്മളെ ജനറൽ പ്രോലോഗ് ടു കാന്റംബറി ടെയിൽസും തീംസ് ഇൻ ലിസിഡസും ഒരുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് അതിന്റെ തൊട്ട് താഴെയായിട്ട്. പിന്നെ വരുന്നത് നമ്മുടെ കുബ്ല ഖാനും ജോൺ ഡോൺസ് ലവ് പോയിംസുമാണ്. അപ്പോൾ ഇത്രയാണ്, ഇങ്ങനെയാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് വേസ്റ്റ് ലാൻഡ്. ആൻഡ് അത് കുറഞ്ഞിട്ട് പിന്നെ വരുന്ന തീംസ് ഇൻ ലിസിഡസ്, കാന്റംബറി ടെയിൽസ്, ജോൺ ഡോൺ ലവ് പോയിംസ്, തീംസ് ഇൻ ലിസിഡസ്. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ആ ഒരു ഓർഡർ വരുന്നത്. Table of repeated questions. Display frequently repeated questions organized by blocks and unit along with their recurrence, frequency, and average marks allocation. This information is crucial for identifying high priority areas. നേരത്തെ ആ 5 ടോപ്പിക്സ് അല്ലെങ്കിൽ 5 ഏറ്റവും കൂടുതൽ റിക്കറിംഗ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതാന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കുറച്ച് ഏരിയ നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലായി.
charts. A bar chart visualizes the frequency of recurring questions across key units, highlighting areas of focus. Another bar chart illustrates the average marks allocated to these recurring topics, guiding you on their exam weightage. And the slides show topic probability and prediction analysis. So ഇത് നോക്കുന്ന സമയത്ത് ഓരോ ബ്ലോക്ക് വൈസും നിങ്ങൾക്ക് അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ആ ഒരു ഏരിയ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആവാൻ കാരണം എന്നുള്ള ഒരു ജസ്റ്റിഫിക്കേഷനും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് നിങ്ങൾക്ക് ഗ്രീൻ കളറിലും അതുപോലെ തന്നെ മീഡിയം ലെവൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഓറഞ്ച് കളറിലുമാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ബ്ലോക്കിലേക്ക് വരുന്ന സമയത്ത് ചോസർ ആൻഡ് മിഡീവിയൽ പോയിട്രി, അതിനകത്ത് ജനറൽ പ്രൊലോഗ് ടു കാന്റംബറി ടെയിൽസ്, ഹിസ്റ്റോറിക്കൽ ഫ്രീക്വൻസി വെച്ച് നോക്കുന്ന സമയത്ത് 8 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നത്. ആൻഡ് പ്രോബബിലിറ്റി റേറ്റിംഗ് വെരി ഹൈ. സോ ഇതിനകത്ത് നമുക്ക് തരുന്ന ജസ്റ്റിഫിക്കേഷൻ ഫ്രീക്വൻലി ടെസ്റ്റഡ് ഇൻ എസ്എ ക്വസ്റ്റ്യൻസ്, സ്ട്രോങ് ഫോക്കസ് ഓൺ ക്യാരക്ടറൈസേഷൻ. അത് നമുക്ക് ഹൈ ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്നതുകൊണ്ട് തന്നെ കളർ കോഡ് അവിടെ ഗ്രീൻ ആണ് കൊടുക്കുന്നത്. മെറ്റാഫിസിക്കൽ പോയിന്റ്സിലേക്ക് വരുന്ന സമയത്ത് ജോൺ ഡോൺസ് ലവ് പോയിന്റ്സ് ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ആൻഡ് ജസ്റ്റിഫിക്കേഷൻ പറയുന്നത് റെഗുലർലി അപ്പിയേഴ്സ് ഇൻ ഷോർട്ട് നോട്ട്സ് ആൻഡ് ക്രിറ്റിക്സ്, ഹൈ റിക്കറൻസ് ഓഫ് മെറ്റാഫിസിക്കൽ. ആൻഡ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ കളർ നോക്കുമ്പോൾ നമുക്ക് ഗ്രീൻ കളറിൽ നമുക്ക് ആ ചാർട്ടിൽ കാണാൻ പറ്റും. ഇനി മിൽട്ടൺ ആൻഡ് ഹിസ് കോണ്ടെക്സ്റ്റ്, ഇതിനകത്ത് തീംസ് ആൻഡ് ലിസിഡേഴ്സ് ആണ് വരുന്നത്. ഫ്രീക്വൻസി എന്ന് പറയുന്നത് 7 ആണ്. ആൻഡ് മീഡിയം പ്രോബബിലിറ്റി ആണ് ഇതിന്റെ റേറ്റിംഗ് വരുന്നത്. ആൻഡ് ജസ്റ്റിഫിക്കേഷൻ മോഡറേറ്റ്ലി ടെസ്റ്റഡ്, ഓഫൻ ലിങ്ക് ടു ക്രിസ്ത്യൻ ആൻഡ് ക്ലാസിക്കൽ തീംസ്. ആൻഡ് കളർ കോഡ് വരുന്നത് ഓറഞ്ച് ആണ്. സോ അതെന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കുറച്ച് നമുക്ക് ഇമ്പോർട്ടൻസ് കുറച്ച് വേണമെങ്കിൽ പറയാം. റൊമാൻറ്റിക് പോയട്രിയിലേക്ക് വരുന്ന സമയത്ത് കുബ്ല ഖാൻ ഹൈ ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന ഒരു ഏരിയ തന്നെയാണ്. ആൻഡ് അപ്പിയേഴ്സ് ഓഫൻ ഫോർ സിംബോളിക് ആൻഡ് ഇമേജസ്റ്റിക് അനാലിസിസ് ഇൻ റൊമാൻറ്റിക് പോയട്രി. ആൻഡ് മോഡേണിസ്റ്റ് പോയട്രിയിലേക്ക് വരുന്ന സമയത്ത് വേസ്റ്റ്ലാൻഡ് വെരി ഇമ്പോർട്ടന്റ്, ഹൈ ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഹൈലി റിക്കറന്റ് ഇൻ ക്വസ്റ്റ്യൻസ് അബൌട്ട് മോഡേണിസ്റ്റ് തീംസ്, മിത്ത് ആൻഡ് സിംബോളിസം. കളർ കോഡ് കൊടുത്തിട്ടുണ്ടാവുക ഗ്രീൻ ആണ്. ആൻഡ് നമുക്ക് ആ ചാർട്ടിലേക്ക് ഇനി പോവാം. ഓക്കെ, യു ക്യാൻ സീ ദ ചാർട്ട് ഹിയർ. നേരത്തെ ആ ടേബിളിൽ ഞാൻ പറഞ്ഞ പോലെ കളർ നമ്മളെ ഗ്രീൻ കളർ ആയിരിക്കും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഏരിയ. അതുപോലെ ഓറഞ്ചിൽ മീഡിയം ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ്. സോ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ചാർട്ട് കാണുന്നത്. സോ ഇതിനകത്ത് നമുക്ക് നോക്കുന്ന സമയത്ത് നമ്മുടെ വേസ്റ്റ്ലാൻഡ് ഏറ്റവും ടോപ്പിൽ വരുന്നുണ്ട്. ആൻഡ് ലവ് പോയിന്റ്സ് പിന്നെ വരുന്നുണ്ട്. ദെൻ കുബ്ല ഖാൻ, പിന്നെ കാന്റംബറി ടെയിൽസ്, പിന്നെയാണ് തീംസ് ആൻഡ് ലിസിഡേഴ്സ് വരുന്നത്. അത് ഏറ്റവും ഈ ഹൈ ഇമ്പോർട്ടന്റ് ആയി ടോപ്പിക്സിൽ വരുന്നതിൽ തന്നെ ഏറ്റവും കുറവ് ഇമ്പോർട്ടൻസ് വരുന്നത് ലിസിഡേഴ്സ് ആയതുകൊണ്ടാണ് നമ്മൾ അവിടെ ആ ഒരു ഓറഞ്ച് കളറിൽ കൊടുത്തിട്ടുള്ളത്. ഇനി സ്റ്റഡി പ്രയോറിറ്റി ലിസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക്. MEG 01 വരുന്ന ടോപ്പിക്സിൻ്റെത്. സോ യൂണിറ്റിൽ വരുന്നത് നമുക്ക് തീംസ് ഇൻ ലിസിഡേഴ്സ് ആണ്. അതിനകത്ത് മീഡിയം ലെവലാണ് ഒരു പ്രോബബിലിറ്റി വരുന്നത്. പിന്നെ വരുന്നത് കാന്റംബറി ടെയിൽസ് ആണ്. അത് ഒരു ഹൈ പ്രോബബിലിറ്റി ഏരിയ തന്നെയാണ്. ഇതിന്റെ അകത്തുനിന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ആൻഡ് ക്യാരക്ടറൈസേഷനെ ബേസ് കാന്റംബറി ടെയിൽസിൽ വരുന്ന മേജർ ആയിട്ട് ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, എസ്എ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിൽ നിന്നും പ്രതീക്ഷിക്കാം. പിന്നെ ജോൺ ഡോണിന്റെ ലവ് പോയംസ്
ഹൈ ഫ്രീക്വന്റ് ആയിട്ട് തന്നെ വരുന്ന ഒരു ഏരിയാസ് ആണ്. സോ അതിനകത്ത് നിന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ ഷോർട്ട് നോട്ട് ടൈപ്സ് ക്വസ്റ്റ്യൻസും ക്രിട്ടിക്സും അതുപോലെ തന്നെ മെറ്റാഫിസിക്കലിനെ ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ഏരിയാസിൽ നിന്നാണ് ഏറ്റവും കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. പിന്നെ വരുന്നത് കുബ്ല ഖാൻ ആണ്. കുബ്ല ഖാനിൽ നിന്നും നിങ്ങൾക്ക് സിംബോളിക് ആൻഡ് ഇമാജിസ്റ്റിക് ആയിട്ടുള്ള അനാലിസിസ് ആണ് വരുന്നത് റൊമാൻറ്റിക് പോയിട്രിയിൽ നിന്നും. ആൻഡ് വേസ്റ്റ് ലാൻഡിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും കൂടുതലായിട്ട് അതിലെ തീംസ്, മിത്ത്, സിംബോളിസം, ഇത്രയാണ് റിക്കറന്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് എന്ന് പറയാൻ പറ്റുന്നത്. ഓക്കെ, വി ഹാവ് റീച്ച് ദ ലാസ്റ്റ് പാർട്ട് ഓഫ് ദിസ് വീഡിയോ. സോ ഇത് നിങ്ങൾക്കുള്ള ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഡിസംബർ 2024 ടേം ആൻഡ് എക്സാമിനേഷനിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ആൻഡ് ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് നമ്മളെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും കേട്ടോ. സോ നിങ്ങൾക്ക് നോക്കാം. MEG01 ബ്രിട്ടീഷ് പോയട്രി മാസ്റ്റേഴ്സ് ഡിഗ്രി പ്രോഗ്രാം ഇൻ ഇംഗ്ലീഷ്. ടൈം വരുന്നത് ടോട്ടൽ ഓഫ് 3 hours ആണ് വരുന്നത്. ആൻഡ് മാക്സിമം മാർക്സ് വരുന്നത് 100-ലാണ്. സോ 100 മാർക്കിന്റെ ഒരു തിയറി പേപ്പർ ആണ് വരുന്നത്. Instructions. Question number 1 is compulsory. Answer any 4 of the remaining question. All questions carry equal mark, 20 marks each. Write your answers in a clear, concise and scholarly manner using relevant examples and citations where applicable. So question paper like kadakam. So നേരത്തെ പറഞ്ഞു question number 1 is compulsory. So ഇത് വരുന്നത് question number 1. Explain any 2 of the following passages with reference to their context, supplying critical comments wherever necessary. സോ ഇതെന്ന് പറയുന്നത് നിങ്ങൾക്ക് പഠിക്കാനുള്ള പോയത്തിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ള കുറച്ച് ലൈൻസ് ആണ്. സോ ഈ ലൈൻസിനെ ബേസ് ചെയ്തിട്ട് ഇത് ഏത് പോയത്തിൽ നിന്നാണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന്റെ ഒരു ക്രിട്ടിക്കൽ കോമെന്റും അതിന്റെ ഒരു കോണ്ടെക്സ്റ്റും വെച്ചിട്ട് എഴുതാനുള്ള ആൻസേഴ്സ് ആയിരിക്കും ഈ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതിനകത്ത് ടോട്ടൽ 4 ക്വസ്റ്റ്യൻസ് ABCD എന്ന് പറഞ്ഞിട്ട് ടോട്ടൽ 4 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ആൻഡ് ഇതിലെ ഏതെങ്കിലും 2 എണ്ണമാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യേണ്ടി വരിക. സോ ഈ ഒരു ക്വസ്റ്റ്യന് ടോട്ടൽ മാർക്സ് വരുന്നത് 20 ആണ്. സോ ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യന് നിങ്ങൾക്ക് 10 മാർക്സ് ആയിരിക്കും വരുന്നത്. സോ 10 × 2 20. അതാണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ ഒരു മാർക്ക് പാറ്റേൺ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 2 ചോസർ ആൻഡ് മിഡീവിയൽ പോയട്രിയിൽ നിന്നും വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ക്വസ്റ്റ്യനിലേക്ക് പോവാം. Discuss Chaucer's use of satire and humor in the general prologue to the contemporary tales with a focus on his characterization of the prioress and the wife of Bath. So ഇത് നിങ്ങൾക്ക് ആ ഒരു ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ ഈ ഒരു പ്രൊലോഗിന്ന് ക്യാരക്ടറൈസേഷനിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്ന് നേരത്തെ പറഞ്ഞായിരുന്നു. സോ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രയറസിനെയും ആൻഡ് വൈഫ് ഓഫ് ബാത്ത് എന്ന് പറയുന്ന 2 ക്യാരക്ടേഴ്സിനെയും ബേസ് ചെയ്തിട്ടുള്ളതാണ്. തേർഡ് ക്വസ്റ്റ്യനിലേക്ക് വരുന്ന സമയത്ത് മെറ്റാഫിസിക്കൽ പോയിറ്റ്സ് എന്നുള്ള ഒരു ഏരിയ എന്നാണ് വരുന്നത്. ആൻഡ് ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് അനലൈസ് ദ റോൾ ഓഫ് കൺസീറ്റ്സ് ഇൻ ജോൺ ഡോൺസ് പോയട്രി വിത്ത് റെഫറൻസ് ടു ദ ഫ്ലീ ആൻഡ് എ വാലഡിക്ഷൻ ഫോർബിഡിംഗ് മോർണിംഗ്. സോ ഈ 2 പോയത്തിൽ നിന്നുള്ള മെറ്റാഫിസിക്കൽ കൺസീറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. ആൻഡ് ഫോർത്ത് ക്വസ്റ്റ്യൻ വന്നിട്ട് മിൽട്ടൺ ആൻഡ് ഹിസ് കോണ്ടെക്സ്റ്റ്. സോ ഇതിനകത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ examine the Christian and classical themes in Lycidas and discuss how they contribute to its elegiac quality. So theme based question, Christian and classical theme based question ആണ് ഈ ഒരു മിൽട്ടൺ ആൻഡ് ഹിസ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. റൊമാൻറ്റിക് പോയട്രിയിൽ നിന്ന് വന്നിട്ട് നിങ്ങൾക്ക് റൈറ്റ് എ ക്രിട്ടിക്കൽ നോട്ട് ഓൺ ദ സിംബോളിക് ആൻഡ് സൂപ്പർ നാച്ചുറൽ എലിമെന്റ്സ് ഇൻ കോളറിഡ്ജ് കുബ്ല ഖാൻ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. സൂപ്പർ നാച്ചുറൽ എലിമെന്റ്സും സിംബോളിസിസത്തിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് റൊമാൻറ്റിക് പോയട്രിയിൽ നിന്ന് വന്നിട്ടുള്ളത്. ആൻഡ് വിക്ടോറിയൻ പോയറ്റ്സിൽ നിന്ന് നിങ്ങൾക്ക് comment on the pre-Raphaelite treatment of women in Christina Rossetti's Goblin Market എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യനും വന്നിട്ടുണ്ട്. വിക്ടോറിയൻ പോയട്രി കമ്പാരിറ്റീവ്ലി ലെസ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ഏരിയ ആണ്. ബട്ട് അതിൽ നിന്നും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പ്രെഡിക്റ്റ് ചെയ്യാം. മോഡേണിസ്റ്റ് പോയട്രിയിലേക്ക് വരുന്ന സമയത്ത് ഡിസ്കസ് ഹൗ TS Eliot employs myth and fragmentation in the wasteland to reflect modernist anxieties. അപ്പം ഏറ്റവും കൂടുതലായിട്ടും റിപ്പീറ്റഡ് ആയിട്ടും വരുന്ന ഒരു ഏരിയ ആണ് മോഡേണിസ്റ്റ് പോയട്രി. സോ അതിൽ നിന്ന് തന്നെ വേസ്റ്റ്ലാൻഡ് എന്ന് പറയുന്ന ഒരു വർക്കിലാണ് ഏറ്റവും കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ആൻഡ് അതിലത്തെ മിത്ത് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്ന ആ ഒരു ഏരിയ ആണ് ഏറ്റവും കൂടുതൽ അതിൽ നിന്ന് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. റൊമാൻറ്റിക് വേഴ്സസ് മോഡേണിസ്റ്റ് സെൻസിബിലിറ്റീസിൽ നിന്ന് നിങ്ങൾക്ക്
Compare and contrast the themes of morality and immorality in Kids Ode to Aggression, Earn and Years Sailing to Byzantium. ഈ രണ്ട് വർക്ക്സിലത്തെ തീംസ് ഓഫ് മൊറാലിറ്റി ആൻഡ് ഇമ്മൊറാലിറ്റി ആണ് നിങ്ങൾക്ക് റൊമാൻറ്റിക് വേഴ്സസ് മോഡേണിസ്റ്റ് സെൻസിബിലിറ്റി എന്ന് പറയുന്ന ഈ ഒരു ഏരിയയിൽ നിന്നും ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഇതാണ് നിങ്ങൾക്ക് MEG01 ബ്രിട്ടീഷ് പോയിട്രിയിൽ നിന്നും ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾക്ക് കവർ ചെയ്യേണ്ട ഏരിയാസ് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും പഠിക്കുന്ന സമയത്ത് ഏതൊക്കെ ഏരിയാസ് ആണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് എക്സാമിന് അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ളതിനൊക്കെ കുറിച്ചിട്ട്. സോ ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ ഫോർ യുവർ എക്സാംസ് ആൻഡ് ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നുവിൽ നിന്ന് ഡിഗ്രി PG MBA ഒക്കെ നേടാം. 22ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺവൈസിൽ അവൈലബിൾ ആണ്. കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും. ലേൺവൈസിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഒട്ടും സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.